ഹായ്, എല്ലാവർക്കും നമസ്കാരം. 25 ലക്ഷത്തിൽ ചെയ്തെടുക്കാവുന്ന ഈയൊരു സിംഗിൾ ഫ്ലോർ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഈ ഒരു വീട് വരുന്നുള്ളത് 1323 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നുള്ളത്. സ്റ്റെയർ റൂമും കൂടി ചേർത്താൽ 1432 സ്ക്വയർ ഫീറ്റ് ഇതിൽ വരുന്നുണ്ട്. ഇത് ഈസ്റ്റ് ഫേസിങ് ആയിട്ടാണ് വരുന്നുള്ളത്. ഇതിൻ്റെ റോഡ് സൈഡ് ഡയറക്ഷൻ വരുന്നുള്ളത് ഈസ്റ്റ് ഫേസിങ് ആണ്. ഈ ഒരു പ്ലാനിൽ ഓവറോളായി നമുക്ക് 3 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. ഒരു ബെഡ്റൂം ഇവിടെയാണ്, ലിവിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡ് പോർഷനിലായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള 2 ബെഡ്റൂമുകൾ ബാക്കിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിതിൽ ആദ്യം സിറ്റ് ഔട്ടിലേക്ക് എൻ്റർ ചെയ്ത് സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത് 370x350 ആണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് ലിവിങ് പോർഷനിലേക്കാണ്. ലിവിങ് പോർഷൻ 370x300 വരുന്നുള്ളത്, അതായത് 12x10 എന്നുള്ളൊരു സൈസിലാണുള്ളത്. ലിവിങ്ങിൽ നിന്ന് നമ്മളൊരു കോമൺ ഹാൾ, അതായത് ഒരു ഡൈനിങ് സ്പേസിലേക്ക് കയറുകയാണെങ്കിൽ ഡൈനിങ് ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായി നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നുണ്ട്. ആ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കൊടുത്തിരിക്കുന്നത് 380x340 ആണ് സൈസ്. അതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. 230x130 ആണ് സൈസ് വരുന്നുള്ളത്. ഇവിടെ നമുക്കൊരു പാസേജ് ഫർണിച്ചർ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈസി ആവാൻ വേണ്ടിയിട്ട് ഒരു 140 സെൻറ്റിമീറ്റർ വിഡ്ത്തിൻ്റെ ഗ്യാപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇനി ഡൈനിങ് സ്പേസ് നോക്കുകയാണെങ്കിൽ 640x310 ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെയാണ് കൺസിഡർ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 310 ആണ്. പിന്നെ അതേപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇതുപോലൊരു ഏരിയ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലും അതുപോലൊരു സ്പേസ് കിട്ടി, അങ്ങനെ കൊടുത്തതാണ്. നമുക്കൊരു നല്ലൊരു സ്പേസാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കുഷൻ സീറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇവിടെ ഒരു കുഷൻ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെയും ഇരിക്കാനുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടും. മാസ്റ്റർ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം സൈസ് വരുന്നത് 380x360 ആണ് സൈസ് വരുന്നുള്ളത്. അതിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. 230x140 ആണ് സൈസ്. വിഡ്ത്ത് 140 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും നമ്മൾ 140 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പാസേജ് ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് പിന്നൊരു ചെറിയ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്, 10x10 300x300. അതും ഡൈനിങ് ഹാളിൽ നിന്നുള്ള എൻട്രി ആണ്. ഓക്കെ, പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ വേറൊരു ചേഞ്ചസും കൂടി വരുത്താവുന്നതാണ്. ലൈക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റെയർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും. ഈ ബെഡ്റൂമും ഈ ഡൈനിങ് ഏരിയയും ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് വേണമെങ്കിൽ കോർട്ട്യാർഡായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു സ്പേസ് നമുക്ക് കോർട്ട്യാർഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗം ബെഡ്റൂം ആവും. ഇങ്ങനെയായിരിക്കും കിച്ചൻ്റെ കിച്ചൺ വരുന്ന സ്പേസ് ഇങ്ങനെയായിരിക്കും എൻട്രി വരുന്നത്. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഇതുപോലെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ നമുക്കിതിൻ്റെ കിച്ചൺ പോർഷൻ നോക്കുകയാണെങ്കിൽ കിച്ചൺ സൈസ് വരുന്നത് 320x300 ആണ്. 320x300 ആണ് വരുന്നുള്ളത്. അത് ഓൾമോസ്റ്റ് 11x10 ആണ്, ബട്ട് ഓൾമോസ്റ്റ് ആണ്. 10.5x10 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഓവറോൾ വിഡ്ത്ത് ആൻഡ് ലെങ്ത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വിഡ്ത്ത് വരുന്നത് 1080 ആണ്, അതായത് 10.8 മീറ്റർ ആണ് വരുന്നത്. പിന്നെ അതേപോലെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 13.7 ആണ് വരുന്നുള്ളത്. ഓക്കെ, 13.7 മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത്, ഓവറോൾ ആയിട്ടുള്ള ലെങ്ത്ത് വരുന്നത്. എസ്റ്റിമേറ്റ് ബഡ്ജറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു 1323 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നുള്ളത്. പിന്നെ സ്റ്റെയർ റൂമാണ്. സോ നമുക്കൊരു 25 ലക്ഷത്തിലൊക്കെ നമുക്കിത് പണിയാൻ പറ്റും. പിന്നെ നിങ്ങൾ തന്നെ നല്ല രീതിയിൽ മെറ്റീരിയൽസൊക്കെ കുറഞ്ഞ എമൗണ്ടിനൊക്കെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുവാണെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനീസിന് കൊടുക്കുന്ന സമയത്ത് മേ ബി ഇതിൽ കംപ്ലീറ്റ്ലി ചേഞ്ചസ് വരാം. 3D നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതൊരു ഹൈ എൻഡ് ഒരു രീതിയിലുള്ളൊരു ഡിസൈൻ അല്ല ഇതിന് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ടൈപ്പാണ്.
റൈറ്റ് സൈഡ് കോർണർ എന്നുള്ള വ്യൂ ആണ്. അപ്പോൾ നമുക്കിവിടെ വരുന്നുള്ളത് ഇവിടെ 2 ഫ്രെയിമിൻ്റെ 2 പാളിയുടെ ഒരു ഫുൾ ഹൈറ്റ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 3 ഫ്രെയിം വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലിവിടെ 2 ഷോ വാൾസുകളും ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ ഇവിടെ 2 ഷോ വാളുമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടെക്സ്ചർ വർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ക്ലാഡിംഗ് വർക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല. ഇതൊരു സിമെൻറ്റ് ടെക്സ്ചർ വർക്കിൽ നമ്മൾ ലൈനിട്ട് ചെയ്യുന്ന വർക്കാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് പാരപ്പറ്റിൻ്റെ അവിടെ ഗ്രില്ലിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. GI വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ റൂം വരുന്നുള്ളത് 100 സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റെയർ റൂമിൻ്റെ ഏരിയ. അവിടെയും ഷോ വാൾ കൊടുത്ത് സെയിം പാറ്റേണുള്ള ഡിസൈനുകളാണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ആണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ലൊരു പ്ലാനും ഡിസൈൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് താങ്ക്സ് ഫോർ